കേരള സർവകലാശാലയിലെ സമരത്തിനെതിരെ ഹർജി സമർപ്പിച്ച ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗത്തോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. എന്ത് ശാരീരിക ഭീഷണിയാണ് സിൻഡിക്കേറ്റ് അംഗം നേരിട്ടതെന്ന് കോടതി ചോദിച്ചു. തടസ്സം നേരിട്ട തീയതിയും സമയവും അറിയിക്കുമെന്നും കോടതി നിർദ്ദേശിച്ചു. സർവകലാശാലയിൽ സംഭവിച്ചതിനെക്കുറിച്ച് ധാരണയുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കാൻ മാറ്റിവെച്ചു. മുസ്തബ കൂടുതൽ വിവരങ്ങളുമായി. മുസ്തബ, എന്താണ് ഇത് പരിഗണിച്ചുകൊണ്ട് കോടതി സർവകലാശാല ഇഷ്യൂവിനോട് പ്രതികരിക്കുന്നത്? നിഷാദ്, സർവകലാശാലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ചില സമര പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. അതുകൊണ്ട് ഹൈക്കോടതി ഒരു അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PS ഗോപകുമാർ ബി.ജെ.പി. നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് അംഗമാണ്. അദ്ദേഹമാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുന്നത്. ആ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില വിഷയങ്ങൾ. ഒപ്പം തന്നെ പോലീസ് സംരക്ഷണം വേണം. അതോടൊപ്പം തന്നെ നിലവിൽ SFIയുടെയും അതോടൊപ്പം തന്നെ CPM-ന്റെ നേതാക്കളുടെ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റിക്കകത്ത് വലിയ സമരങ്ങൾ നടക്കുകയാണ്. അത് തടയാൻ ആവശ്യമായ നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നതുൾപ്പെടെയാണ് ആ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് ഈ ഹർജി പരിഗണിച്ചപ്പോഴാണ് എന്തിനാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുന്നത് എന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചു. അപ്പോഴാണ് ചില അംഗങ്ങളെ അവിടെ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ട്, ഒപ്പം തന്നെ അവിടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹർജിക്കാരൻ വാദിച്ചു. അപ്പോഴാണ് കോടതി ചില ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചത്. എന്തിനാണ് പോലീസ് സംരക്ഷണം? എന്ത് ശാരീരിക ഭീഷണിയാണ് സിൻഡിക്കേറ്റ് അംഗത്തിന് നേരിട്ടത്? താങ്കളെ ആരെങ്കിലും തടഞ്ഞോ? അത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ആരാണ് തടഞ്ഞത്? എന്തിനാണ് തടഞ്ഞത്? എപ്പോഴാണ് തടഞ്ഞത്? ഇത്യാദി കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ കോടതിയിൽ അറിയിക്കണമെന്ന് ഒരു സത്യവാങ്മൂലം പോലെ അറിയിക്കണം. അതല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള ജനറൽ ഫാക്ടുകൾ പ്രത്യേകിച്ച് കോടതി പറയുന്നുണ്ട്. അവിടെ കുറെ നാളുകളായി എന്താണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിയ ഒരു സത്യവാങ്മൂലം നൽകാനാണ് ഇപ്പോൾ കോടതി നിശ്ചയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്യാമ്പസിൽ പ്രവേശിക്കരുതെന്ന് സിൻഡിക്കേറ്റ് അംഗത്തോട് ആരെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? അങ്ങനെ പ്രവേശിച്ചാൽ കൊന്നുകളയുമെന്നോ അപായപ്പെടുത്തുമെന്നോ ഒക്കെ ആരെങ്കിലും താങ്കളോട് പറഞ്ഞു ഉണ്ടെങ്കിൽ ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നതുൾപ്പെടെ വളരെ വിശദമായി തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് N. നഗരേഷിന്റെ നേതൃത്വത്തിലുള്ള അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയും നേരത്തെ തന്നെ ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ നൽകിയ ഹർജി ആദ്യഘട്ടത്തിൽ ജസ്റ്റിസ് N. നഗരേഷാണ് പരിഗണിച്ചിരുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് തന്നെ ഒരു ധാരണയുള്ളത് കൊണ്ടാണ് കോടതി അവിടെ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി തന്നെ കോടതി തന്നെ ഹർജിക്കാരനോട് അറിയാമെന്ന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു വിശദമായ സത്യവാങ്മൂലം നൽകിയതിനു ശേഷമാണ് കേസ് അടുത്ത ആഴ്ച വീണ്ടും കോടതി കേൾക്കാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ കോടതി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിരീക്ഷണങ്ങൾ നടത്തുക. നിഷാദ്.